നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ തിരിച്ചുപിടിച്ച് UDF. അൻവറിനോട് തോറ്റ ഷൗക്കത്ത് അതേ സീറ്റിൽ നിന്നും നിയമസഭയിലേക്ക്. തകർന്നടിഞ്ഞ് LDF. ശക്തി കാട്ടി PV അൻവർ. ഇടതുപക്ഷത്തിനെതിരായ ജനരോക്ഷമാണ് നിലമ്പൂരിൽ കാണാനായതെന്ന് ആര്യാടൻ ഷൗക്കത്ത്. ഭരണവിരുദ്ധ വികാരമല്ലെന്ന് M സ്വരാജ്. ഷൗക്കത്തിന് വിജയാശംസകൾ നേർന്ന് PV അൻവർ. അഹമ്മദാബാദ് വിമാനാപകടം. മരിച്ച മലയാളി രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. സംസ്കാരം നാളെ. ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. 15 മിസൈലുകൾ തൊടുത്തു. ഇറാനിലെ ഫോർദോ ആണവ നിലയം ഇസ്രായേൽ ആക്രമിച്ചുവെന്ന് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടിനെ കൈവിടാതെ നിലമ്പൂരിന്റെ മണ്ണ്. 11,077 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂരുകാർ സ്നേഹത്തോടെ ബാപ്പൂട്ടി എന്ന് വിളിക്കുന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചിരിക്കുന്നത്. ഷൗക്കത്ത് 77,737 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജ് 66,660 വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ 19,760 വോട്ടുകളും BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് 8,648 വോട്ടുകളും നേടി. വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റിൽ മുതൽ കാര്യമായ മുൻകൈ ആര്യാടൻ ഷൗക്കത്ത് നേടിയിരുന്നു. 2 റൗണ്ടിലൊഴികെ ബാക്കി എല്ലാ റൗണ്ടിലും ഷൗക്കത്ത് തന്നെയായിരുന്നു മുന്നിൽ. പോത്തുകൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളുടെ വോട്ടെണ്ണയിപ്പോൾ ചില ബൂത്തുകളിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന് നേരിയ മുൻതൂക്കം നേടാനായത്. 9 വർഷക്കാലം LDFിനൊപ്പം നിന്ന മണ്ണാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിനും UDFിനും വേണ്ടി തിരിച്ചുപിടിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുണ്ടായിരുന്ന എല്ലാ വിവാദങ്ങൾക്കും ഇതോടെ മറുപടിയായിരിക്കുകയാണ്. 34 വർഷം പിതാവ് ആര്യാടൻ മുഹമ്മദിനെ MLA ആക്കിയ നിലമ്പൂരുകാർ അദ്ദേഹത്തിന്റെ മകനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. 2016 PV അൻവറിനോട് നിലമ്പൂരിൽ പരാജയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് അൻവർ ഒഴിഞ്ഞ അതേ സീറ്റിലേക്ക് മത്സരിച്ച കന്നിയംഗമായി നിയമസഭയിലേക്ക് എത്തുകയാണ്. M5 ന്യൂസ് മലപ്പുറം. തേക്കിന്റെ നാട്ടിൽ കാതലായി നിലമ്പൂരിന്റെ സ്വന്തം ബാപ്പൂട്ടിക്ക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കാഴ്ചവെച്ച് അണികളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇടത് കോട്ടകളെ തരിപ്പണമാക്കി തന്റെ സ്വന്തം മണ്ണിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ നിലമ്പൂരിന്റെ സ്വന്തം സുൽത്താൻ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ജനിച്ച ആര്യാടൻ ഷൗക്കത്ത് തന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പാത പിന്തുടർന്നാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മമ്പാട് AGM NSS കോളേജിൽ നിന്ന് BSc ബിരുദം നേടി. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൗക്കത്ത് രാഷ്ട്രീയത്തിനൊപ്പം സിനിമ, സാമൂഹിക സാംസ്കാരിക ഭരണരംഗങ്ങളിൽ കഴിവ് തെളിയിച്ചയാളാണ്. 14-ാം വയസ്സിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് KSU താലൂക്ക് സെക്രട്ടറിയായി. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി, കേരള ദേശീയവേദി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്നിങ്ങനെ പടിപടിയായി സ്ഥാനങ്ങൾ ചവിട്ടിക്കയറിയ ഷൗക്കത്ത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ, രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ ദേശീയ കൺവീനർ, സാംസ്കാരിക സാഹിതി സംസ്ഥാന ചെയർമാൻ എന്നീ സ്ഥാനങ്ങളും വഹിച്ചു. 1982 ശേഷം 2016 കളം വിടും വരെ ആര്യാടനല്ലാതെ നിലമ്പൂരിൽ കോൺഗ്രസിൽ നിന്ന് ആരും മത്സരിച്ചിട്ടുമില്ല, MLAയും ആയിട്ടുണ്ടായിരുന്നില്ല. 1982 TK ഹംസയോട് തോറ്റ ഒറ്റ പരാജയം മാത്രം. അവിടേക്കായിരുന്നു പിതാവിന്റെ പാത പിന്തുടരാൻ മകൻ ഷൗക്കത്തിനെ 2016 കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ PV അൻവറിന് മുന്നിൽ തോൽക്കുകയായിരുന്നു ഷൗക്കത്ത്. ഇത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണവും ചെറുതായിരുന്നില്ല. ആ ക്ഷീണമാണ് 9 വർഷത്തിനപ്പുറം അതേ ഷൗക്കത്തിലൂടെ കോൺഗ്രസ് ഇത്തവണ മറികടന്നത്. ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് നേരത്തെ ഉറപ്പിച്ചിരുന്നെങ്കിലും ഇടതുപക്ഷം വിട്ട് UDFിലേക്ക് ചേക്കേറാൻ ശ്രമിച്ച PV അൻവറിന്റെ കടുത്ത എതിർപ്പ് അതിജീവിക്കണമായിരുന്നു. ഇത് ആദ്യം മുതൽക്ക് തന്നെ വിവാദങ്ങൾക്ക് തുടക്കമിട്ടെങ്കിലും ഈ വിവാദങ്ങളെ വോട്ട് ചോർച്ചയിലേക്ക് നയിക്കുമെന്ന ഇടതിന്റെ കണക്കുകൂട്ടലുകളെയാണ് ഇത്തവണ കോൺഗ്രസും UDFും ഷൗക്കത്തും തെറ്റിച്ചത്. ഷൗക്കത്തിനൊപ്പം സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കുകയും എന്നാൽ അത് നിഷേധിക്കപ്പെട്ടിട്ടും പരാതിയോ പരിഭവവും ഇല്ലാതെ തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഷൗക്കത്തിന്റെ വിജയത്തിനായി കളം നിറഞ്ഞ് പ്രചാരണം നയിച്ച ജോയ്ക്ക് ഈ വിജയത്തിലുള്ള ക്രെഡിറ്റ് കുറച്ചു കാണാനാകില്ല. കൂടെ നിന്ന് പാലം വലിക്കുമെന്ന് കരുതിയ എതിരാളികൾക്കും ജോയ് ഒരു പാഠപുസ്തകമായി. 2016 ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞ് അതേ സാഹചര്യം 2025 ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ സംഭവിക്കുമെന്നായിരുന്നു അൻവർ അടക്കമുള്ളവർ കണക്ക് കൂട്ടിയത്. 2016 40.83% വോട്ടാണ് ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ UDFിന് ലഭിച്ചിരുന്നെങ്കിൽ 2021 ആര്യാടന് പകരം VV പ്രകാശ് മത്സരിച്ചപ്പോൾ അത് 45.3% എത്തിക്കാൻ UDFിനായിരുന്നു. എന്നാൽ വീണ്ടും ഷൗക്കത്ത് വന്നതോടെ
2016 സാഹചര്യത്തിലേക്ക് പോവാതെ പിടിച്ചു നിൽക്കാൻ UDF-നായത് ഏറെ ആശ്വാസമാണ്. ഇതോടെ ആര്യടൻ വിരുദ്ധ വോട്ടുകൾ വിധി നിർണ്ണയിക്കുമെന്ന അൻവറിന്റെ പ്രവചനവും തെറ്റിപ്പോയി. അങ്ങനെ 9 വർഷത്തിനു ശേഷം ആര്യടൻ ലെഗസി പിടിച്ചെടുക്കാൻ മകൻ ഷൗക്കത്തിനായി. പൊളിറ്റിക്കൽ ഡെസ്ക് M5 ന്യൂസ്. 5 പതിറ്റാണ്ടിന് ശേഷം നിലമ്പൂരിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ചരിത്രം കുറിക്കാനുള്ള പാർട്ടി കണക്കുകൂട്ടലും തെറ്റി. 11,077 വോട്ടുകൾക്കാണ് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനോട് പരാജയപ്പെട്ടത്. 66,660 വോട്ടുകളാണ് സ്വരാജ് നേടിയത്. തോൽവി അറിഞ്ഞതോടെ സർക്കാരും മുഖ്യമന്ത്രിയും മാത്രമല്ല CPM-ഉം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിസന്ധിയിലായിരിക്കുന്നു. മണ്ഡലത്തിലെ പ്രതികൂല സാഹചര്യങ്ങളും പ്രചാരണത്തിലെ പോരായ്മയും വിലയിരുത്തുമ്പോൾ RSS പരാമർശത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ നാക്കുപിഴയും ചർച്ചയാവുകയാണ്. നാളെ ഞാൻ നിയമസഭയിലെത്തും. വോട്ടെണ്ണലിന് ഒരു രാത്രി മാത്രം ബാക്കി നിൽക്കെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ PV അൻവർ പറഞ്ഞ വാക്കുകളാണിത്. നിലമ്പൂരിലെ ആവേശ പോരാട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മിന്നും വിജയം നേടിയപ്പോൾ തല ഉയർത്തി നിന്നത് PV അൻവറാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 77,737, LDF സ്ഥാനാർത്ഥി M സ്വരാജ് 66,660, തൃണമൂൽ കോൺഗ്രസ് സ്വതന്ത്രൻ PV അൻവർ 19,760 എന്നിങ്ങനെയായിരുന്നു ഇത്തവണത്തെ വോട്ട് നില. അതായത് മുന്നണികളുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം 20,000-ഓടടുത്ത് വോട്ടുകളാണ് അൻവർ നേടിയത്. ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാത്ത ഒറ്റയാൾ പോരാട്ടമായിരുന്നു അൻവറിന്റേത്. എന്നിട്ടും വോട്ടുകൾ നേടിയെടുത്തെങ്കിൽ അൻവർ എഫക്ട് നിലമ്പൂരിൽ ആഞ്ഞടിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനാകാതെ BJP കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 200-നടുത്ത് വോട്ട് മാത്രമാണ് കൂടിയത്. മലയോര മേഖലയിലെ ക്രൈസ്തവ വോട്ടുകൾ അടക്കം ലക്ഷ്യമിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയ BJP-യെ ക്രൈസ്തവ സ്വാധീന മേഖലകൾ പിന്തുണ കാണിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ്. 2016-ൽ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 12,284 വോട്ടുകളാണ്. 2021-ൽ എത്തിയപ്പോൾ 3,600 വോട്ടുകൾ കുറഞ്ഞ് 8,595 ആയി. 8,000 അടിസ്ഥാന വോട്ടുകളാണ് BJP-ക്ക് മണ്ഡലത്തിലുള്ളത്. ആ അടിസ്ഥാന വോട്ടുകളിൽ എത്താൻ പോലും വിയർത്തു. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകളെ ലക്ഷ്യമിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ BJP പിന്തുടരുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നിലമ്പൂരിന്റെ മണ്ണിൽ പാളി. മലങ്കര സഭയ്ക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ആ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് മാർത്തോമ സഭാംഗമായ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പരമ്പരാഗത ഹിന്ദു വോട്ടുകളോടൊപ്പം ക്രൈസ്തവ വോട്ടുകളും ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ആ കണക്കുകൂട്ടൽ പാളി. മലങ്കര സഭയ്ക്ക് സ്വാധീനമുള്ള ചുങ്കത്തറ പഞ്ചായത്തിലടക്കം 2021-ൽ ലഭിച്ച അത്ര വോട്ടുകൾ കിട്ടാത്തത് ഇത് ഉദാഹരണമാണ്. പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന ഹിന്ദു ദളിത് വോട്ടുകൾ കാര്യമായി ശിഥിലമായില്ല. അടിസ്ഥാന വോട്ടുകൾ ഏതു തരംഗത്തിലും സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെല്ല ആശ്വാസമല്ല ഇത് നൽകുന്നത്. ക്രൈസ്തവ വോട്ട് ധ്രുവീകരണം ആയാസകരമാണെന്നും BJP നേതൃത്വത്തിൽ ബോധ്യപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാളിച്ച പറ്റിയെന്ന വരും ദിവസങ്ങളിൽ പരിശോധിക്കപ്പെടും. പ്രത്യേകിച്ച് തുടക്കത്തിൽ BJP മത്സരിക്കില്ല എന്ന അഭ്യൂഹങ്ങളടക്കം പരന്നത് തിരിച്ചടിയായോ എന്ന സംശയവും നേതൃത്വത്തിനുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വോട്ട് ബാങ്കിൽ വലിയ കോട്ടമുണ്ടാക്കാത്തത് നേരത്തെ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ അദ്ദേഹത്തെ സഹായിക്കും. പക്ഷേ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ പോരാട്ടമായി കണക്കാക്കിയ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് നില ഉയർത്താൻ ആകാത്തതിൽ ചോദ്യങ്ങളും ഉയരും. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ BJP-ക്കും NDA-ക്കും ഇനിയും ഏറെ പണിയെടുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. M5 ന്യൂസ്, മലപ്പുറം. പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ജനരോക്ഷമാണ് നിലമ്പൂരിൽ കാണാനായതെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. 2 തവണ UDF-ന് നഷ്ടപ്പെട്ട സീറ്റാണിത്. പ്രതീക്ഷിച്ച ഭൂരിപക്ഷമാണ് നേടാനായതെന്നും നിലമ്പൂരിലെ ജനങ്ങളുടെ വിജയമാണിതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ആ സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു ഭൂരിപക്ഷത്തിൽ 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കുകയാണ്. 10,000-ന് മുകളിൽ തിരിച്ചു പിടിക്കുകയാണ്. ഈ വിജയം ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്. ഈ വിജയം നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷമായി അവഗണന ഏറ്റ നിലമ്പൂരിലെ ജനങ്ങളുടെ വിജയമാണ്. ഇതിന് നേതൃത്വം നൽകിയ, ഇത് പ്രത്യേകിച്ചും പറയാനുള്ളത്, പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ജനരോഷം, ആ ജനരോഷം നിലമ്പൂരുകാർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരേറ്റ അവഗണന, ആ അവഗണനയ്ക്കെതിരെയുള്ള കൃത്യമായ പ്രതിഷേധവും പ്രതികരണവും കൂടിയാണിത്. ഒരിതിന് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഴുവൻ ആളുകൾക്കും, ഇതിന് നേതൃത്വം നൽകിയ UDF-ന്റെ നേതാക്കന്മാർക്കും, താഴെത്തട്ട് വരെയുള്ള പ്രവർത്തകർക്കും, ബൂത്ത് തലത്തിൽ
തലത്തിലുള്ള ചെയർമാൻ കൺവീനർമാർക്കും പഞ്ചായത്ത് നിയോജകമണ്ഡലം തലത്തിലെ ചെയർമാൻ കൺവീനർമാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ബാക്കി വിശദമായി പിന്നീട് നമ്മൾ സംസാരിക്കും. 15,000 മേലെ പിടിച്ചിട്ടുണ്ട് വോട്ട്. അതെ, ആര്യാടൻ ഷൗക്കത്തിന് വിജയാശംസകൾ നേർന്ന് പി വി അൻവർ. മുഖ്യമന്ത്രി പരാജയ പശ്ചാത്തലത്തിൽ രാജിവെക്കണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു. വി ഡി സതീശനോട് ഒരു വിരോധവുമില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ വേദന ഉണ്ടാക്കിയെന്നും UDF-നെ പല തരത്തിലും സഹായിച്ചുവെന്നും നേതൃത്വം ചതിച്ചെന്നും പിണറായിയുടെ കുടുംബാധിപത്യമാണ് വിഷയമെന്നും സതീശനുമായി തുറന്ന ചർച്ചയ്ക്ക് മടിയില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് UDF സ്വീകരിച്ചാൽ ആ UDF-നോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരുപാട് കർഷക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ എല്ലാം നമ്മളിപ്പോൾ ഫോണിൽ പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്നു കാണാൻ UDF നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പി വി അൻവർ നടത്തിയ പ്രസ്താവനയോട് നോ കമന്റ്സ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വി ഡി സതീശനോട് വിരോധമില്ലെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് വേദന ഉണ്ടാക്കിയതെന്നും അൻവർ പറഞ്ഞുവെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു സതീശന്റെ പ്രതികരണം. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരമാണെന്ന് വിലയിരുത്തുന്നില്ലെന്ന് എം സ്വരാജ്. തിരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി വിശകലനം ചെയ്യും, അതിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളും, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തും. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുത്തോടെ ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്നും എം സ്വരാജ് പറഞ്ഞു. 2026 തിരഞ്ഞെടുപ്പിന് മുന്നോടിയായ സെമി ഫൈനലിൽ UDF വിജയിച്ചെന്ന് രമേശ് ചെന്നിത്തല. പിണറായി ഭരണം ഇനി കാവൽ മന്ത്രിസഭ മാത്രമാണെന്നും ചെന്നിത്തല പറഞ്ഞു. തലസ്ഥാനത്ത് നിലമ്പൂരിലെ UDF-ന്റെ വിജയാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 തിരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ തങ്ങൾ വിജയിച്ചുവെന്ന് രമേശ് ചെന്നിത്തല. പിണറായി ഭരണം ഇനി കാവൽ മന്ത്രിസഭ മാത്രമായിരിക്കുമെന്നും രാജിവെച്ച് പുറത്തു പോകണമെന്നും KPCC-യിൽ നടന്ന വിജയാഘോഷത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന തെരഞ്ഞെടുപ്പാണ്. ഇത് സെമി ഫൈനലായിരുന്നു. ഈ സെമി ഫൈനലിൽ UDF വിജയിച്ചു. ഫൈനലിലേക്ക് ഞങ്ങൾ വിജയത്തിലേക്ക് ഫൈനലിൽ കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDF-ന്റെയും മുഴുവൻ പ്രവർത്തകന്മാർക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിൻ്റെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിജയം ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വിജയമാണ്. നിലമ്പൂരിലെ UDF-ന്റെ വിജയം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനാധിപത്യവും സ്ത്രീവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയാണ്. സംസ്ഥാന ഗവൺമെന്റിന് വോട്ട് ചെയ്യരുത് എന്ന വാക്ക് ജനങ്ങൾ നെഞ്ചിലേറ്റിയെന്ന് ആശാവർക്കർ എസ് മിനി M5 ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ ആശാവർക്കർമാർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്. 4 മാസക്കാലത്തിലേറെയായി വളരെ അടിസ്ഥാന ജനവിഭാഗങ്ങളായിരിക്കുന്ന ആശാവർക്കർമാർ ന്യായമായ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുകയാണ്. ഈ സമരത്തോട് ഒരു ജനാധിപത്യ വിരുദ്ധമായും തൊഴിലാളി വിരുദ്ധമായും സ്ത്രീ വിരുദ്ധമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യരുത് എന്നതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. ഞങ്ങളവിടെ പ്രചാരണം നടത്തുമ്പോഴും ജനങ്ങളും തിരിച്ച് ഞങ്ങളോട് പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ്. വളരെ അത്ഭുതം തോന്നുന്നു. അവരവരുടെ ജീവിത പ്രയാസങ്ങൾ, ഈ ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന വിഷയങ്ങളടക്കം ഞങ്ങളുടെ മുന്നിൽ എടുത്തു പറയുകയും അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിധി വരുമ്പോൾ, റിസൾട്ട് വരുമ്പോൾ അത് പ്രകടമാകുന്നു. വളരെ വലിയ സന്തോഷമുണ്ട്. നിലമ്പൂരിൽ UDF-ന്റെ ഉജ്ജ്വല വിജയം UDF പ്രവർത്തകരുടെ കൂട്ടായ വിജയമാണെന്നും കോൺഗ്രസ് പ്രവർത്തകർ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നിലമ്പൂരിൽ കണ്ടതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഞാനത് തന്നെ പറഞ്ഞു. UDF-മായി സഹകരിച്ചുകൊണ്ട് എല്ലാ ഘടകകക്ഷികളും അതിൻ്റെ നേതാക്കന്മാരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂരിൽ ഇത്രമാത്രം വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF വിഷയത്തിൽ പ്രതികരിച്ച് മുൻ DCC പ്രസിഡന്റും 2021 മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന VV പ്രകാശിന്റെ മകൾ നന്ദന പ്രകാശ്, അച്ഛാ നമ്മൾ ജയിച്ചോട്ടോ, അന്നും ഇന്നും എന്നും പാർട്ടിക്കൊപ്പമെന്ന് നന്ദന ഫേസ്ബുക്കിൽ കുറിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതു മുതൽ VV പ്രകാശുമായി ബന്ധപ്പെടുത്തി പല വിവാദങ്ങളും ഉയർന്നിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ
നന്ദന ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛൻ എന്നായിരുന്നു നന്ദന അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. മാത്രമല്ല, നിലമ്പൂരിന്റെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് VV പ്രകാശിന്റെ വീട് സന്ദർശിക്കാത്തത് പ്രചാരണത്തിലുടനീളം LDF ആയുധമാക്കിയിരുന്നു. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും VV പ്രകാശിന്റെ വീട് സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷൗക്കത്ത് പാലം വലിച്ചാണ് പ്രകാശ് തോറ്റതെന്ന പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ ഷൗക്കത്ത് എന്തിനാണ് പ്രകാശിന്റെ വീട് സന്ദർശിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചത്. VV പ്രകാശ് അവസാനമായി പുതച്ചത് പാർട്ടി പതാകയാണെന്നും ആ പാർട്ടി തന്നെയായിരിക്കും മരണം വരെയെന്നും കുടുംബം വിവാദങ്ങളുടെ സമയത്ത് പ്രതികരിച്ചിരുന്നു. M5 ന്യൂസ്, മലപ്പുറം. വർഗീയത പറയുന്നവർക്ക് ഒരു പാഠമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ജാതിമത അടിസ്ഥാനത്തിൽ കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല. UDFനെ ആ നിലയിലാണ് കണക്കാക്കിയിരുന്നത്. എല്ലാ സമുദായങ്ങളും ഒരുപോലെയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. എല്ലാ മേഖലയിലും UDFന് മേൽക്കൈ നേടാനായി. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഇത് തന്നെയാണ് സംഭവിച്ചതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിച്ചതായും ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ റിഹേഴ്സൽ കൂടിയാണ് ഇതെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഗീയത ഒക്കെ വളരെയധികം പറയുന്ന ആളുകൾക്ക് നിലമ്പൂർ ഒരു പാടാണ്. ജാതിമത അടിസ്ഥാനത്തിലൊന്നും കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല. UDFനെ ആ നിലയിൽ കണക്കാക്കി ജാതിയും മതമൊക്കെ പറഞ്ഞാൽ ഓരോ ജനവിഭാഗങ്ങളും മറ്റു ജനവിഭാഗങ്ങൾക്ക് എതിരായിക്കൊള്ളും എന്ന ചിന്തയും പേറി നടക്കുന്ന കുറേ നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ ഒരു പാടാണിത്. മതേതര കേരളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. നിലമ്പൂർ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദനമാണ് നിലമ്പൂർ. എല്ലാവരുമുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെയുള്ള മണ്ഡലത്തിലാണ് എല്ലാ ദുഷ്പ്രചരണങ്ങളുണ്ടായിട്ടും UDF മേൽക്കൈ നേടിയത്. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഭരണവിരുദ്ധ വികാരമാണ് ഈ പ്രതിഫലിക്കുന്നത് നിലമ്പൂരിൽ. അതാണ് എല്ലാവരും ഒരുപോലെ വോട്ട് ചെയ്യുന്നത്. അവിടെ ഞാൻ പറഞ്ഞ ഈ ജാതിമത അളവ് പോലെ പ്രകടമാണ്. എല്ലാ മേഖലയിലും എല്ലായിടത്തും UDF മേൽക്കൈ നേടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു സൂചനയാണ് നിലമ്പൂർ കാണുന്നത്. നിലമ്പൂർ അതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരു 8 മാസത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ കവിഞ്ഞ പ്രാധാന്യം നിലമ്പൂരിനുണ്ട് എന്ന് ഞങ്ങളൊക്കെ പറയാനുള്ള കാരണം അതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലചിത്രം വ്യക്തമായതിനു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ റെഡ് ആർമിയുടെ ഫേസ്ബുക്ക് പേജിൽ പരോക്ഷ വിമർശനം. നന്ദിയുണ്ട് മാഷെ എന്നാണ് MV ഗോവിന്ദനെ പേരെടുത്ത് പറയാതെ വിമർശിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പോളിംഗിന്റെ അവസാന ദിനങ്ങളിൽ ഗോവിന്ദൻ നടത്തിയ RSS പിന്തുണ പരാമർശത്തിലാണ് റെഡ് ആർമിയുടെ പരോക്ഷ വിമർശനം. നേരത്തെ PJ ആർമി എന്ന പേരുള്ള പേജായിരുന്നു റെഡ് ആർമി. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്ന് സഹകരിച്ചിരുന്നു എന്നായിരുന്നു MV ഗോവിന്ദന്റെ പരാമർശം. ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ പറഞ്ഞതിൽ വ്യക്തത വരുത്തി ഗോവിന്ദൻ തന്നെ രംഗത്തെത്തിയിരുന്നു. തന്റെ പരാമർശം വളച്ചൊടിച്ചതാണെന്നും സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ ഒറ്റക്കെട്ടായി നീങ്ങിയ സാഹചര്യത്തിൽ ജനതാ പാർട്ടിയുമായി ചേർന്നായിരുന്നുവെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. RSSുമായി CPM രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഇനിയും ഉണ്ടാവില്ലെന്നും MV ഗോവിന്ദൻ പിന്നീട് വിശദീകരിച്ചു. വലിയ വിമർശനമാണ് ഗോവിന്ദന്റെ പരാമർശം വിളിച്ചു വരുത്തിയത്. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF സഖ്യം ചേരുന്നതിൽ LDF വിമർശനം ഉയർത്തുന്നതിനിടെയായിരുന്നു MV ഗോവിന്ദന്റെ പരാമർശം. തുടർന്ന് മുഖ്യമന്ത്രി തന്നെ ഗോവിന്ദന് താക്കീതുമായി രംഗത്ത് വന്നിരുന്നു. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്ന പരോക്ഷ വിമർശനമാണ് പിണറായി വിജയൻ നടത്തിയത്. തിരുവനന്തപുരത്ത് AKG സെന്ററിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലായിരുന്നു MV ഗോവിന്ദനുള്ള പിണറായി വിജയന്റെ താക്കീത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. മോദി സ്തുതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി വീണ്ടും കോൺഗ്രസ് MP ശശി തരൂർ. നരേന്ദ്രമോദിയുടെ ഊർജം സമാനതകളില്ലാത്തതാണെന്നും ആഗോള വേദിയിൽ ഇന്ത്യയുടെ സ്വത്താണ് ആ ഊർജവും ചലനാത്മകതയുമെന്നും ശശി തരൂർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ പിന്തുണ ആവശ്യമുണ്ടെന്ന് ദ ഹിന്ദു ദിനപത്രത്തിലെ ലേഖനത്തിൽ തരൂർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായ സന്ദേശമായിരുന്നു. അന്താരാഷ്ട്ര വേദികളിൽ ഉയർന്നത് ഐക്യത്തിന്റെ ശബ്ദമാണെന്നും ശശി തരൂർ പറഞ്ഞു. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിലടക്കം മോദിയെ പ്രശംസിച്ച ശശി തരൂരിനെതിരെ കോൺഗ്രസ് യോഗത്തിലടക്കം രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇതിനു പിന്നാലെയാണ് ലേഖനം പുറത്തുവന്നത്.
ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട മലയാളി നേഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. മൃതദേഹം നാളെ നാട്ടിലെത്തിച്ചേക്കും. മൃതദേഹം തിരിച്ചറിയാനായി രഞ്ജിതയുടെ അമ്മയുടെ DNA സാമ്പിളും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. നാളെ രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തും. തുടർന്ന് പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം നടത്തും. വൈകിട്ടോടെ വീട്ടുവളപ്പിൽ വെച്ചായിരിക്കും സംസ്കാരം. നേരത്തെ രജിതയുടെ ഇളയ സഹോദരൻ രതീഷിനെ അഹമ്മദാബാദിൽ എത്തിച്ച് DNA പരിശോധന നടത്തിയെങ്കിലും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ശനിയാഴ്ച അമ്മ തുളസിയുടെ രക്തസാമ്പിൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. ഗൃഹപ്രവേശന ചടങ്ങുകൾ നടത്തേണ്ട പുതിയ വീട്ടിലേക്ക് ചൊവ്വാഴ്ച എത്തുക രജിതയുടെ ചേതനയറ്റ ശരീരമാണ്. ചൊവ്വാഴ്ച രാവിലെ 7-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തും. തുടർന്ന് പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം നടത്തും. വൈകുന്നേരത്തോടെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. 15ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. മിസൈലുകൾ പതിച്ച് നാശനഷ്ടമുണ്ടായെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ US ആക്രമിച്ചതിന് പിന്നാലെയും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് മിസൈലുകൾ തൊടുത്തിരുന്നു. അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ആദ്യമായി പ്രതികരിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രായേലിനുള്ള ശിക്ഷ തുടരുമെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പുറത്തിറക്കുന്ന ഔദ്യോഗിക X അക്കൗണ്ടിലൂടെ അറിയിച്ചു. സയനിസ്റ്റ് ശത്രു വലിയ തെറ്റ് ചെയ്തു, വലിയ കുറ്റം ചെയ്തു, അത് ശിക്ഷിക്കപ്പെടുകയാണെന്നും ഖമേനി പറഞ്ഞു. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US ആക്രമണം സംഘർഷത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പുതിയൊരു സംഘർഷാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്തുവെന്ന് റഷ്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ലെന്നും റഷ്യൻ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവ് പറഞ്ഞു. എന്റർടൈൻമെന്റ്. ആയിരത്തി 1957-58 കാലത്തെ കേരളത്തിലെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ജീവിതം പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. ക്വീൻ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. വേൾഡ് വൈഡ് ഫിലിംസ് ഇന്ത്യയുടെ ബാനറിൽ നൌഫൽ, ബ്രജേഷ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ തീർത്തു പറഞ്ഞതോടെ മലയാളത്തിലെ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ AMMയുടെ ഭരണസമിതി തിരഞ്ഞെടുപ്പിലേക്ക് 3 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്താനാണ് ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായത്. അതുവരെ നിലവിലുള്ള അഡ്ഹോക് കമ്മിറ്റി തുടരും. പുതിയ ഭരണസമിതി നിലവിൽ വരാത്തതിനാൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് വിഷയങ്ങളൊന്നും ജനറൽ ബോഡിയിൽ ചർച്ചയായില്ല എന്നാണ് വിവരം. കാലാവസ്ഥ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വെള്ളിയാഴ്ച വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും ചൊവ്വാഴ്ചയും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ തിരിച്ചു പിടിച്ച് UDF. അൻവറിനോട് തോറ്റ ഷൗക്കത്ത് അതേ സീറ്റിൽ നിന്നും നിയമസഭയിലേക്ക്. തകർന്നടിഞ്ഞ് LDF. ശക്തി കാട്ടി PV അൻവർ. ഇടതുപക്ഷത്തിനെതിരായ ജനരോക്ഷമാണ് നിലമ്പൂരിൽ കാണാനായതെന്ന് ആര്യാടൻ ഷൗക്കത്ത്. ഭരണവിരുദ്ധ വികാരമല്ലെന്ന് M സ്വരാജ്. ഷൗക്കത്തിന് വിജയാശംസകൾ നേർന്ന് PV അൻവർ. അഹമ്മദാബാദ് വിമാനാപകടം. മരിച്ച മലയാളി രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. സംസ്കാരം നാളെ. ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. 15 മിസൈലുകൾ തൊടുത്തു. ഇറാനിലെ ഫോർദോ ആണവ നിലയം ഇസ്രായേൽ ആക്രമിച്ചുവെന്ന് റിപ്പോർട്ട്. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.